നീർക്കെട്ട് വരിക, പ്രത്യേകിച്ച് ജോയിൻറ്റുകളിൽ, നമ്മുടെ കാൽമുട്ടുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ കാൽപാദത്തിലൊക്കെ പൊതുവായിട്ട് നമ്മൾ പറയുന്നതാണ്. പ്രത്യേകിച്ച് ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് നീർക്കെട്ടും അതേപോലെ വേദന അനുഭവപ്പെടുന്ന ഒരവസ്ഥയൊക്കെ. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് കാലിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഈ വൈകുന്നേരം ആകുമ്പോൾ തന്നെ കാല് നല്ല വേദന വരിക, അതുപോലെ നല്ല രീതിയിൽ നീറ് കെട്ടി വീർത്തിരിക്കുന്ന ഒരവസ്ഥ വരാനുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ നീർക്കെട്ട് എന്ന് പറയുന്നത്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അതേപോലെ തന്നെ തലയിൽ നീരിറങ്ങുന്ന ഒരു ഒരു നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ടേമാണ് തലയിൽ നീരിറക്കത്തിന് പ്രശ്നം, നീർക്കെട്ട് വരിക. അതുപോലെ തലയോട്ടിയിൽ മീൻസ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന സൈനസിൽ നീർക്കെട്ടുകൾ വരിക. ഇങ്ങനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഒരു നാടൻ ഭാഷയിൽ പറയുന്നതാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി നീർക്കെട്ട്? ഇപ്പോൾ ചില ആളുകൾക്ക് എന്താവും, ലിവറൊക്കെ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, അസൈറ്റിസ് പോലെ, അതായത് വയറിൽ നല്ല നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കാലിൽ നീർക്കെട്ട് കൂടും. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ തന്നെ അതാണ് ഈ നമ്മുടെ ഫേസൊക്കെ നല്ല നീര് വന്നു. അപ്പോൾ ഇത് പല നീർക്കെട്ട് എന്ന് പറയുന്നൊരു സംഗതി പല അസുഖങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്, മറ്റു പല അസുഖങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ കണ്ടുവരാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു പ്രധാന ടോപ്പിക്കാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നീർക്കെട്ട്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഒരു ഭാഗത്തൊരു നീർക്കെട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അതെങ്ങനെ നമുക്കത് ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റും. ഈ വേദന, അപ്പോൾ നീർക്കെട്ടുകൊണ്ടുള്ള വേദന ഉണ്ടാകുന്ന ആളുകളുണ്ടായിരിക്കും, അതെങ്ങനെ മാറ്റിയെടുക്കാം തുടങ്ങിയ നീർക്കെട്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ചില ആളുകൾക്കുണ്ടായിരിക്കും നീർക്കെട്ട് കൂടുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതേപോലെ അതല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തായിരിക്കും നല്ല നീരുള്ള ഒരവസ്ഥ. അല്ലെങ്കിൽ ഇവൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുന്ന സമയത്ത് കാല് കുറച്ച് നേരം ഒന്ന് തൂക്കിയിട്ടാൽ, അല്ലെങ്കിൽ കുറച്ചൊന്ന് നടന്ന് തുടങ്ങിയാൽ തന്നെ കാല് നല്ല നീര് വരുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നീര് വരുന്നത് ചോദിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, പലപ്പോഴും അങ്ങനെയുള്ള അവസ്ഥകൾ എന്ത് ചെയ്യാറുണ്ടല്ല, രക്തത്തിൻ്റെ ഓട്ടം, രക്തചക്രമണം ശരിയല്ലാത്തത് കൊണ്ട് ഒരു കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള നീർക്കെട്ടുകൾ ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷുഗർ ഉള്ള ആളുകൾക്ക്, അതേപോലെ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, ഈ രക്തക്കുഴലുകളിൽ എന്ത് ചെയ്യും, ഒരു ഡാമേജുകൾ സംഭവിക്കും. അപ്പോൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യില്ല, സർക്കുലേഷൻ അവിടെ നടക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആളുകൾ, ഷുഗർ കൂടിയ ആളുകൾ, വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ കൂടുതൽ നിൽക്കുകയോ നടക്കുകയോ അതേപോലെ ഇങ്ങനെ കാല് തൂക്കിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ നീര് വെക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കണം. നമ്മളവിടെ ഇങ്ങനെ രക്തത്തോടെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെയുള്ള തൊട്ടടുത്ത കോശങ്ങളിലേക്കും എന്ത് ചെയ്യും, ഈ നീർക്കെട്ടുകൾ നല്ല രീതിയിൽ ഇറങ്ങുകയും എഡിമയായിട്ട്, സ്വെല്ലിംഗ് ആയിട്ട്, വീക്കമായിട്ട് അവിടെ ഫോം ചെയ്യും. അതേപോലെ തന്നെ ലിംഫാറ്റിക് ഡ്രെയിനേജ് പറയുന്നൊരു സംഗതി, നമ്മുടെ രക്തം ഒരു വഴിയിലൂടെ പോകുമ്പോൾ ലിംഫാറ്റിക് ഡ്രെയിനേജിന് പ്രത്യേക ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ലിംഫിന് എന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ, ആ ഡ്രെയിനേജിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്, നീർക്കെട്ടുകൾ നല്ല രീതിയിൽ കാണാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ, ഹാർട്ടിന് പ്രശ്നം ഉണ്ടെങ്കിൽ, ലങ്സിന് പ്രശ്നം ഉണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും ഓർഗൻസുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം, ലിവറിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന് അസോസിയേറ്റഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, നീർക്കെട്ടുകൾ കാണാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് പല ആളുകൾ കാൽമുട്ടുകളിൽ നീര് വരിക എന്നുള്ളത്, അല്ലേ. ഭയങ്കര സിവിയറായിരിക്കും, നല്ല വേദന ഉണ്ടായിരിക്കും, മാത്രമല്ല അവിടെ ചുവന്ന് തൊടുത്ത് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് വാദസംബന്ധമായിട്ടുള്ള ആളുകൾക്ക് സിവിയർ പെയിൻ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് അവിടെ തൊടാൻ പോലും സമ്മതിക്കില്ല, പേഷ്യൻസ് അങ്ങനെയാണ്, നമ്മൾ ജസ്റ്റ് തൊടാൻ പോലെ അയക്കില്ല, അത്രയും നല്ല സിവിയർ പെയിന്, നല്ല രീതിയിൽ ടെൻഡർനെസ് അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു റെഡ്നെസ് വരാൻ കാരണം എന്താ, വേറെ ഒന്നുമല്ല, ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ ഇൻഫ്ലമേഷൻ കാരണമായിട്ട് എന്ത് ചെയ്യും, അത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, അവിടെ കാപ്പില്ലറിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നീർക്കെട്ടുകൾ നല്ല രീതിയിൽ വരും, ബ്ലഡിൽ നിന്ന് നീർക്കെട്ട് വരെ ഫോം ചെയ്യുകയും അവിടെ നല്ല രീതിയിൽ വീക്കം വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഒരു സ്വെല്ലിങ് വരാൻ, ആ ഒരു സ്വെല്ലിങ് കാരണമായിട്ട് എന്ത് ചെയ്യും, ഈ പേഷ്യൻറ്റിന് നല്ല വേദന ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ചിലത് മറ്റേതെന്ത് ചെയ്യും, ജസ്റ്റ് വീക്കം പോലെ ഉണ്ടായിരിക്കും. പക്ഷേ കാൽമുട്ടിൻ്റെ കേസ് അങ്ങനെയല്ല, നല്ല വേദനയും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ ഈ വാദത്തിൻ്റെ കേസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നീർക്കെട്ടിൻ്റെ കാരണം ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടലാണെന്നുള്ളതാണ്. കുടൽ പ്രോപ്പർ അല്ലാത്ത, ദഹനം പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ കാൽമുട്ടുകളിലൊക്കെ, ജോയിൻറ്റുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ നീർക്കെട്ടും ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ കുടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, നമുക്ക് തോന്നിയതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാബിറ്റ്സുകളാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കുടലിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കും. ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ നല്ല ശോധന ഇല്ലാത്തൊരവസ്ഥ, കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം, ചിലപ്പോൾ നല്ല ഡയറി ലൂസായിട്ട് പോകുന്ന അവസ്ഥ വരിക, അതേപോലെ ചിലപ്പോൾ നെഞ്ചരിച്ചൽ, ഇങ്ങനെയുള്ള പലതരത്തിൽ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഡൈജഷൻ പ്രോപ്പർ ആകാതിരിക്കുകയും അതുമൂലം എന്ത് ചെയ്യും, പലപ്പോഴും നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതേപോലെ പല തരത്തിലുള്ള ആൻറ്റിജൻസുകളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡിലേക്ക് ലീക്കായിട്ട് പോകും. ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് നല്ല രീതിയിൽ ശരീരത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കുടലിൽ നമ്മൾക്ക് വേണ്ടാത്ത പല ടോക്സിൻസുകൾ, പല കെമിക്കലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കലുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ രക്തത്തിലേക്ക് കലരുന്ന അവസ്ഥ വരും. അങ്ങനെ കലർന്നു കഴിഞ്ഞാൽ ഈ രക്തം എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാദമുള്ള ആളുകൾക്ക് നീർക്കെട്ട് ശരീരത്തിൽ നല്ലോണം ഉണ്ടായിരിക്കും. ഇവിടെ തൊട്ടാലും വേദന, ഇവിടെ തൊട്ടാലും വേദന, എവിടെ തൊട്ടാലും വേദന ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ വേദന വരുന്നത്? അത് വേറൊന്നുമല്ല, ചില ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വേദനയ്ക്ക് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൂടാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പല പേഷ്യൻസ് പറയാറുണ്ട്, എനിക്ക് ബീഫ് കഴിച്ചാൽ ഡോക്ടർ പ്രശ്നമാണ്, വേദന നല്ലോണം കൂടും, നേന്ത്രപ്പഴം കഴിച്ചാൽ പ്രശ്നം, വേദന നല്ലോണം കൂടും എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ്, ചില ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻഫ്ലമേഷനെ നല്ലോണം ട്രിഗറിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽമുട്ടുകളിൽ നിങ്ങൾക്ക് വേദന വരുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അത് ഈ പറഞ്ഞതുപോലെ വാദസംബന്ധമായിട്ടുള്ളാകാൻ സാധ്യത കൂടുതലുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം, ഈ പറഞ്ഞതുപോലെ ശോധനയ്ക്ക് പ്രശ്നം, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വാദത്തിന് പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചുള്ള ഭക്ഷണവും ജീവിതശൈലി ക്രമീകരണവും വളരെ ഇമ്പോർട്ടൻ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ കാൽമുട്ട് വേദന ശരിയായ രീതിയിൽ മാറൂല എന്നുള്ളത് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരും. ആ ഒരു കേസുകളിൽ നമ്മൾ ഒഴിഞ്ഞിട്ടോ ചൂട് പിടിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല, വേദന കൂടി വരും എന്നുള്ളതാണ്. അപ്പോൾ കാൽമുട്ട് വേദനയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, കാൽമുട്ട് വേദന നീർക്കെട്ടിൻ്റെ കേസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് വാദസംബന്ധമായിട്ട് ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ്. ഇനി അതുമല്ലാതെ ചില ആളുകൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, എല്ല് തേയ്മാനം റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ല തടിയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലും ഓവർ സ്ട്രെയിൻ, ഓവർ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ നല്ല രീതിയിൽ ഇഞ്ചുറി ഉണ്ടാകും. നമ്മൾ ഏതൊരു സാധനം അമിതമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കാലുമുട്ടിനും റെസ്റ്റ് ഇല്ലാതെ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്ത, കൂടുതൽ ഹെവി ആയിട്ടുള്ള വെയിറ്റുകളൊക്കെ എടുത്ത് ജോലി ചെയ്യുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാലുമുട്ടുകൾക്ക് ഡാമേജ് വരും. അപ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ വരികയും നീർക്കെട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ, റെസ്റ്റ് എടുക്കണം, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം. മാത്രമല്ല നല്ല രീതിയിൽ കാലുകൾക്ക് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യണം. മാത്രമല്ല എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഭക്ഷണം കൂടെ നമ്മൾ ഉൾപ്പെടുത്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയും കാൽസ്യവും ഫോസ്ഫറസ് ഒക്കെ നോർമൽ ആണോ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എങ്കിലും നമുക്കത് കംപ്ലീറ്റ്ലി അത് ഓക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നത്, നീർക്കെട്ടുകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാൽ മുട്ടുകളിലൊക്കെ ജോയിൻറ്റുകളിലൊക്കെ ഈ പറഞ്ഞതുപോലെ വേദന വരുന്നുണ്ട്, നീർക്കെട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കലും വളരെ അത്യാവശ്യമാണ്. ഇനി അതേപോലെ തന്നെ ഇതല്ലാതെ വരുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ചില ആളുകൾക്ക് ഫുൾ ടൈം കാലൊക്കെ നല്ല രീതിയിൽ വീർത്ത് വരുന്നുണ്ട്, നല്ല രീതിയിൽ ഇപ്പോൾ പൊട്ടിപ്പോകുമോ എന്നുള്ള രീതിയിൽ വീർത്ത് വരുന്ന ആളുകൾക്കുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കിഡ്നി നിർബന്ധമായിട്ട് നോക്കണം, ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കണം, ലിവറിനൊക്കെ ഇങ്ങനെയുള്ള ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കണം. കാരണം അത് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞതുപോലെ ഹൃദയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, അതേപോലെ തന്നെ കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ കാലുകളിൽ നല്ല നീര് വരും, അതേപോലെ മുഖത്ത് നല്ല നീര് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫ്ലൂയിഡ് റീടെൻഷൻ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് വേസ്റ്റ് ഫ്ലൂയിഡ് നിൽക്കുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കിഡ്നിയിൽ ഇതിലൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യണം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. വെള്ളം കുടിക്കുന്ന എമൗണ്ടുകളിലൊക്കെ നല്ല രീതിയിൽ മാറ്റം വരുത്തൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് നോക്കണം നമ്മൾ, കിഡ്നിയുടെ പ്രശ്നമാണോ, ഹാർട്ടിൻ്റെ പ്രശ്നമാണോ, ഇനി മറ്റെന്തെങ്കിലും ഇൻറ്റേർണൽ പ്രശ്നങ്ങളുണ്ടോ, ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ, ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കണം. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ തരത്തിലുള്ള ഒരു ഒറ്റമൂലി എന്നുള്ള പറഞ്ഞിട്ട് എന്തെങ്കിലും എടുക്കുന്ന ഒരു കണ്ടീഷൻ വരരുത്. എന്താണെന്നുള്ളത് നോക്കി മനസ്സിലാക്കി ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രം പോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്കോ ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ECG എടുത്ത് നോക്കാം, അതേപോലെ തന്നെ RF ടീം, LF ടീം, ഇങ്ങനെയുള്ള പല രക്തത്തിലുള്ള ടെസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ
അതൊക്കെ നോക്കി അതിൻ്റെയൊക്കെ സിംറ്റംസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ഏതാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഭക്ഷണം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് വെള്ളം നല്ലോണം കുടിക്കുക. നമ്മൾ അതായത് നമ്മുടെ എക്സസ് ആയിട്ടുണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യും, വെള്ളം കൂടി നല്ലോണം സഹായിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് കിഡ്നിക്ക് നല്ലോണം പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. രണ്ടാമത് അമിതമായിട്ട് മധുരം, അമിതമായിട്ടുണ്ടാകുന്ന ഈ എക്സസ് നല്ല ഉപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന ശീലം നിങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. ഇത് നല്ല രീതിയിൽ ബോഡിയിൽ ഇൻഫ്ലമേഷൻ, നമ്മുടെ വയറും കേടുവരും, അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റുകളൊക്കെ നല്ലോണം ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അമിതമായിട്ട് ഉപ്പുള്ളതും പ്രോസസ്ഡ് ഫുഡുകൾ നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ അനാറ് പോലെയുള്ള, നെല്ലിക്ക പോലെയുള്ള, അതുപോലെ ആപ്പിൾ, അതുപോലെ പേരക്ക പോലെയുള്ള ഇതൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ കുടലിൻ്റെ ഇൻഫ്ലമേഷൻ കുറക്കാനും കുടൽ നല്ല സമാധാനത്തിലാക്കാൻ, അതേപോലെ കാലുകളിൽ നീർക്കെട്ട് കുറയ്ക്കാനും ഇത് നല്ലോണം സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, എക്സസൈസ് നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എക്സസൈസ് പറയുമ്പോൾ ഒരുപാട് ചെയ്യാൻ നിൽക്കുക, ഒരുപാട് ചെയ്യുമ്പോൾ നമുക്ക് കാലുമുട്ടും ഇതൊക്കെ ജോയിൻറ്റിൽ വേദന കൂടും. പക്ഷേ സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകൾ നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രദ്ധിക്കണം. എല്ലാം എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ കാൽമുട്ട് വേദന ഉണ്ടെന്നുള്ള പറഞ്ഞ് ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടുകൾ സ്റ്റിഫ്നെസ് നല്ലോണം കൂടി വരുന്ന അവസ്ഥ വരും. അപ്പോൾ അതൊരിക്കലും ഉണ്ടാകരുത്. സ്ട്രെച്ചിങ് എക്സസൈസുകളും എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് കൊണ്ടുവരാം. ഇനി അതുപോലെ നിങ്ങൾക്ക് ഓവർ വെയിറ്റ് വരുന്നത്, നല്ല തടി കാരണമായിട്ട് കാൽമുട്ടുകൾക്ക് ജോയിൻറ്റിനൊക്കെ ഇൻഫ്ലമേഷൻ വന്നത്, നീർക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തടി കുറക്കാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ നീർക്കെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ അനുസരിച്ചിട്ട് നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ട് അത് ഏതാണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നല്ല രീതിയിൽ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങളും, അതേപോലെ തന്നെ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് കാലിൽ നല്ല നീർക്കെട്ട് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാലുകളൊക്കെ ഒന്ന് മുകളിലോട്ട് പൊക്കി വെക്കുക. എന്നാലും നമ്മളെ ഹാർട്ടിൻ്റെ ലെവലിനേക്കാളും ഒന്നുകൂടെ പൊക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തുടർച്ചയായിട്ട് നിൽക്കുകയും അതുപോലെ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. കാല് തൂക്കിയിടുന്ന അവസ്ഥകൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉപ്പിൻ്റെ എമൗണ്ട് നല്ല രീതിയിൽ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല ചില ആളുകൾക്ക് എന്ത് ചെയ്യുക, സ്റ്റോക്കിങ്സുകൾ നല്ല ടൈറ്റായിട്ട് വരുന്ന ബാൻഡേജുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള രക്തോട്ടം കൂട്ടാനും അതുപോലെ നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന, ഓട്ടോഇമ്യൂൺ റിലേറ്റഡ് ആയിട്ട്, ഗട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ജോയിൻറ്റിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും ലോക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലി എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്ക് വരുന്നുണ്ട്, അതുപോലെ ഹാർട്ടിനും കിഡ്നിക്കും ഈ ലിവറിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇൻറ്റേർണൽ ഓർഗൻസിന് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അതിനനുസരിച്ചുള്ള നീർക്കെട്ടുകൾ ശരീരത്തിൽ കണ്ടുവരാറുണ്ട്. ചിലതൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സിവിയറായിട്ട് വേദനയും അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എന്ത് കാരണത്താലാണ് നീർക്കെട്ട് വരുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീർക്കെട്ട് കാലാകാലം എന്ത് ചെയ്യും, വേദനയായിട്ടും നീരായിട്ടും നടക്കാനും സ്റ്റെപ്പ് കയറാനും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ പോകേണ്ടി വരും. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഏതെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളും ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ വേദന എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് കംപ്ലീറ്റ് മാറ്റി കിട്ടുന്നതാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലും കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാം. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.